ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ ബാണ്ടൊക്കെ കേട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചതിൻ്റെ ഒരു റൊട്ടീൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന്ന് വീഡിയോ എടുത്ത് നമുക്ക് സ്കിൻ കെയർ റൊട്ടീനായിട്ട് കാണിക്കാമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഫുൾ സ്ക്രീനിൽ വീഡിയോ എടുക്കുന്നത്. എനിക്കിത് കട്ട് ചെയ്ത് ഷോർട്സ് ഇടണം, ഇൻസ്റ്റഗ്രാമിലിടണം, അങ്ങനെ കുറച്ച് പരിപാടികളുകൊണ്ടാണ് ഇങ്ങനത്തെ എൻ്റെ മുടിയെല്ലാം നന്ദി വാരി കിടക്കുക. അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ 1% കോജിക് ആസിഡിൻ്റെ ഫേസ് വാഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എന്തിൻ്റെയാണ്? ഡെംബോക്കിൻ്റെ അല്ല, ഡെർമാക്കോടെയാണ്. ബ്രാൻഡ് മാറിപ്പോയി. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു സൺസ്ക്രീനല്ല, ഫേസ് വാഷ് ആയിട്ട് കിളി വീഴ്ത്തത്. ഒരു ഇച്ചിരി എടുത്താൽ നന്നായിട്ട് പതയും, നല്ലതായിട്ട് നമ്മുടെ ഫേസിലെ ഡേർട്ടും കാര്യങ്ങളെല്ലാം പോകും. നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടും. ഞാൻ ഓൾറെഡി ഇതൊക്കെ മറ്റൊരു അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇത് നമ്മുടെ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്തിട്ടൊരു ഗുണമില്ലാന്ന് തോന്നുന്നവർക്ക് മസ്റ്റ് ട്രൈ പ്രോഡക്റ്റാണിത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സെറമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതും ഡെർമാക്കോടെ തന്നെയാണ്, കോജിക് ആസിഡ് സെറമാണ്, ഫേസ് സെറമാണ്. ഇതും നല്ലൊരു സാധനമാണ്. ഞാൻ മറ്റേതിലെല്ലാം ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതും നന്നായിട്ട് നമ്മുടെ ഫേസൊക്കെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സെറമാണ്. ഞാനിതൊക്കെ നേരത്തെ തൊട്ടേ യൂസ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു റിവ്യൂ കറക്റ്റ് പറയാൻ പറ്റും. കാരണം ഫേസ് അത്യാവശ്യമാണ്, നല്ലതായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ കോജിക് ആസിഡ് ഒരു ബ്രൈറ്റനിങ് ഏജൻ്റ് ആണല്ലോ. അപ്പോൾ ഈ സെറം നന്നായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇതന്നെയാണ് നൈറ്റ് സ്കിൻ കെയറിലും ചെയ്യാറുള്ളത്. ഈ ഒരു സെറം തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറെ ഒരു നിയാസിറമൈഡിൻ്റെ സെറം മേടിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ പിന്നെ വിചാരിച്ചില്ല. ഇത് ഞാൻ കുറച്ച് ഫേസിലും കുറച്ച് നെക്കിലും ഇട്ടിട്ടുണ്ട്. 2-3 ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഗുഡ് വൈബ്സിൻ്റെ മോയ്സ്ചറൈസിങ് ജെല്ലാണ്. ഇത് അലോവേരയുടെയാണ്. ഞാൻ നേരത്തെ വൈറ്റമിൻ സിയുടെയാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും നല്ലതാണെന്ന് തോന്നുന്നു. ഞാനിതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പക്ഷേ വൈറ്റമിൻ സിയുടെ അടിപൊളിയായിരുന്നു. ഞാനത് നോക്കിയപ്പോൾ സോൾഡ് ഔട്ട് ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇതിന് നല്ലൊരു മണവും കാര്യങ്ങളൊക്കെയാണ്. ഇതൊട്ടും ഓയിലി അല്ല, നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ആക്കാം. എനിക്കിതും ഞാൻ 2 ദിവസം യൂസ് ചെയ്യാൻ തോന്നുന്നു. 2 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് കൊള്ളാൻ തോന്നി. പ്രത്യേകിച്ച് ഇറിറ്റേഷൻസോ കാര്യങ്ങളൊന്നും എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ്സ് ഒന്നും കൊണ്ടിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു വേറെ ഇതിൻ്റെ. അപ്പോൾ എനിക്കിത് രണ്ടും വലിയ പ്രശ്നക്കാരനായിട്ടൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ സ്കിന്ന് ഒരു നോർമൽ ടൈപ്പ് സ്കിന്നായതുകൊണ്ട് വലിയ സീനൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ. അത് ഞാൻ നേരത്തെ വൈറ്റമിൻ സിയുടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് തൊട്ടേ എനിക്ക് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം ഒന്നുകൂടെ എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ മേടിച്ചാണ്. ഞാൻ പല സൺസ്ക്രീനാണ് ഓരോ ടൈമിലും മേടിക്കാറ്. ആദ്യം ഞാൻ ഡെർമാക്കോടെ തന്നെയായിരുന്നു മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് 2-3 വട്ടം ഡെർമാക്കോടെ തന്നെയായിരുന്നു മേടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് മാമിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഞാൻ പുറത്തുനിന്ന് മേടിച്ചാണ്. പക്ഷെ അതെനിക്ക് നല്ലതായിട്ട് പണിയൊന്നായിരുന്നു കേട്ടോ. ഭയങ്കര പിമ്പിൾസും ഒക്കെ വന്നിട്ട് സ്കിന്നൊക്കെ ഭയങ്കര ഡാർക്കനായി എനിക്ക് തോന്നി. അതേ സാധനം തന്നെ എൻ്റെ കസിൻ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്കത് വലിയ സീനായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എനിക്കിത് അറിഞ്ഞുകൂടെ. അവൾ ഡെയിലി അതങ്ങനെ യൂസ് ആക്കാറില്ല. കാരണം പുള്ളി എവിടെയെങ്കിലും പോകുമ്പോഴേ ചെയ്യാറുള്ളൂ. അപ്പം എനിക്കത് ഭയങ്കര പണി കിട്ടിയതായിട്ട് തോന്നി. ഞാൻ പിന്നെ അതങ്ങ് നിർത്തി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്കിൻ്റെ മറ്റേ പേർപ്പിൾ കളറിലെ സൺസ്ക്രീൻ, അതും നിയാസിറമൈഡ് സൺസ്ക്രീനാണ്. അതും എനിക്ക് നല്ല സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചുകൂടെ ഇതിനേക്കാട്ടിലും ഈ സൺസ്ക്രീനിലെല്ലാം കുറച്ച് ഓയിലിയാണ്. പക്ഷേ ഇതിന് അത്രയും ഓയിലി ആയിട്ട് എനിക്ക് ഈ സൺസ്ക്രീൻ തോന്നിയിട്ടില്ല. ഇത് പിന്നെ എൻ്റെ കയ്യിരുന്ന ലിബാമാണ്. ഞാൻ മേടിച്ച ലിബാമിൻ്റെ ഫ്രണ്ടിൻ്റെ ബാഗിലായിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ. അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് ചെയ്തു വരുന്ന റൊട്ടീനാണ്. പിന്നെ ഇടയ്ക്കിതൊക്കെ തീർന്നു പോയപ്പോൾ ഞാൻ 1-2 വട്ടം മേടിച്ചായിരുന്നു. അങ്ങനെ കുറച്ച് നാളൊന്ന് കണ്ടിന്യൂസ് യൂസ് ചെയ്തു. പിന്നെ നമ്മുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും
കുറച്ച് ബിസി ആയി പോയതിനാൽ നമ്മളിതൊന്ന് നിർത്തിയായിരുന്നു. എന്നിട്ട് പിന്നെ ഇപ്പം നമ്മുടെ ടൈമെല്ലാം പഴയ പോലെ ആയിട്ടുണ്ട്, എന്ന് വെച്ചാൽ നോർമൽ ഒരു ഡേ പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തു, സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ നോർമൽ ഒരു ഡേയിലെ സ്കിൻ കെയർ. ഇതിട്ട് കഴിഞ്ഞ് ഈ മുടി മുത്തൊക്കെ ഇതിട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും തോന്നും കുറച്ച് ഡാർക്കായോ, ഇപ്പം എന്നെ തന്നെ കണ്ട തോന്നും. പക്ഷെ അത് ഈ ഒരു പ്രോഡക്റ്റ്സിൻ്റെ ഒക്കെ ആ ഒരു നമ്മളിത്ര അപ്ലൈ ചെയ്തില്ലേ, അതിൻ്റെ ഒരു ഓയിൽ ഒക്കെ കാണും. എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ. അതാണ് ഇതങ്ങ് മാറും. ഇത് മെയിൻലി സൺസ്ക്രീൻ്റെ ആണ്. പക്ഷേ നോർമൽ സൺസ്ക്രീനെ അപേക്ഷിച്ച് അത്രയും എനിക്ക് ഓയിൽ ഇതിന് തോന്നിയിട്ടില്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്തതിലൊക്കെ വെച്ചിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോഡക്റ്റ്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടതാണ്. അപ്പം ചെക്ക് ചെയ്ത് നോക്കാം, ലിങ്ക് വേണ്ടവർ. ഇത്രയേ ഉള്ളൂ.